അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 76ാമത്തെ ഒരു ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ഉഹുദായിട്ട് ബന്ധപ്പെട്ട വിശദീകരണത്തിൽ കഴിഞ്ഞ ഭാഗത്ത് റസൂലുള്ളാഹിനെ യുദ്ധക്കളത്തിൽ അവർ രണ്ടാമത് കണ്ടെത്തിയതും അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകളാൽ ഉബയ്യ് ഇബ്നു ഖലഫിനെ വധിച്ചതും പിന്നീട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവർ റസൂലുള്ളാഹിനെ കണ്ടെത്തിയതിന് ശേഷം വേണ്ട ശുശ്രൂഷകളെല്ലാം നൽകി റസൂലുള്ളാഹിനെ ഉഹുദ് മലയുടെ ആ താഴ്വരയിലുള്ള ഒരു താവളത്തിലേക്ക് എത്തിക്കുകയാണ്. ആ സമയത്ത് ശത്രുക്കൾ അവസാനമായിട്ടൊരു ശ്രമം, ഒരു അറ്റംപ്റ്റ് കൂടെ അവർ നടത്തുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ അദ്ദേഹം തുടരാണ്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് മലയുടെ ആ താഴ്വരയിൽ ആ താവളത്തിൽ എത്തിയ സമയത്ത് ഖുറൈശികളുടെ നേതാവായ അബൂ സുഫിയാനും ഖാലിദ് ഇബ്നുൽ വലീദും അവർ ആ മലമുകളിലേക്ക് അവസാനമായിട്ടൊന്ന് കയറുകയാണ്. അത് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു ലാ യംബഗി ലഹും അൻ യഅലൂന. ഓ അല്ലാ, അവർ ഞങ്ങളെക്കാൾ, ശത്രുക്കൾ ഞങ്ങളെക്കാൾ മുകളിലാകുന്നത് ശരിയല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറയാണ്. അത് കേട്ട സമയത്ത് സമീപത്തുണ്ടായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സംഘം മുഹാജിറുകളോടൊപ്പം പോയി ആ മലമുകളിലേക്ക് കയറിയ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അവരുമായി പോരാടി അവസാനം ആ ശത്രുക്കളെ ഉമർ റളിയല്ലാഹു അൻഹുവും സംഘവും താഴെ ഇറക്കുകയാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ റസൂലുള്ളാഹി അത് ചോദിച്ച സമയത്ത് സമീപത്തുണ്ടായിരുന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, നേരത്തെ നമ്മൾ പറഞ്ഞു അമ്പെയ്ത്തുകാരനായിട്ടുള്ള സ്വഹാബി സഅദ് റളിയല്ലാഹു അൻഹു അമ്പെയ്ത് അവരെ ആ മലമുകളിൽ നിന്നും താഴെ ഇറക്കിയെന്നും മറ്റു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇതായിരുന്നു ഖുറൈശികളുടെ അവസാനത്തെ ശ്രമം. ആ ഒരു ശ്രമവും പരാജയപ്പെട്ടതോടുകൂടെ ഖുറൈശികൾ യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോവാൻ. പ്രത്യേകം മനസ്സിലാക്കുക, അവരിൽപ്പെട്ട പല ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങൾ കീഴടക്കി റസൂലുള്ളാഹിനെ വധിച്ചു എന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. ആ ഒരു ധാരണയെല്ലാം വെച്ച് അവർ മടങ്ങുകയാണ്. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് പോലും അവരുടെ അകത്തുള്ള അരിശം, ആ പക തീർക്കാൻ വേണ്ടി ആ യുദ്ധക്കളത്തിലുടനീളം ചിന്നിച്ചിതിരി കിടക്കുന്ന മുസ്ലിം മയ്യത്തുകളെ മുഴുവൻ അവരെ അംഗഭംഗം ചെയ്യാണ്. മുസ്ല നേരത്തെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാം മയ്യത്തുകൾ അവർ വികൃതമാക്കിയ ചരിത്രം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് എത്രത്തോളം ക്രൂരായിരുന്നു എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ബിദായയിൽ ഉദ്ധരിക്കുന്നുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉഹുദിൽ മുസ്ലിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവസാനത്തിൽ മുസ്ലിങ്ങളുടെ ആ മയ്യത്തുകൾ ശത്രുക്കൾ വികൃതമാക്കുന്ന ആ കാഴ്ച എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അത് സഹിക്കാൻ കഴിയാതെ അതിവേഗത്തിൽ ഞാൻ മുന്നോട്ട് നടന്നു നീങ്ങി. അദ്ദേഹം പറയാണ്, ആ രൂപത്തിലുള്ള ക്രൂരതകളാണ് ശത്രുക്കൾ അവസാനം പോലും പ്രവർത്തിച്ചത്. അവസാനമായിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് അബൂ സുഫിയാൻ വീണ്ടും ആ മലമുകളിലേക്ക് ഒന്നുകൂടെ കയറി, ആക്രമിക്കാൻ വേണ്ടിയിട്ടില്ല, മറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. സ്വഹീഹുൽ ബുഖാരി തന്നെ ഈ ഉദ്ധരണി കാണാൻ സാധിക്കും. അബൂ സുഫിയാൻ ആ മലമുകളിലേക്ക് കയറിക്കൊണ്ട് അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഉറക്കെ അയാൾ ചോദിച്ചു, അഫിൽ ഖൗമി മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ചോദ്യം സലാസ മറാത്ത് 3 തവണ അബൂ സുഫിയാൻ ആവർത്തിച്ചു. പക്ഷേ യാതൊരു മറുപടിയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. മുസ്ലിങ്ങൾ അത് കേൾക്കുന്നുണ്ടായിരുന്നു, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു മറുപടിയും നൽകിയില്ല. അതിനുശേഷം അബൂ സുഫിയാൻ രണ്ടാമതായിട്ട് ചോദിച്ചു, അഫിൽ ഖൗമി ഇബ്നു അബി ഖുഹാഫ, നിങ്ങളുടെ കൂട്ടത്തിൽ അബൂ ഖുഹാഫയുടെ മകൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. ആ സമയത്തും അവർ യാതൊരു മറുപടിയും നൽകിയില്ല. മൂന്നാമതായിട്ട് അബൂ സുഫിയാൻ ചോദിച്ചു, അഫിൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഖത്താബിൻ്റെ മകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടോ? അതാണ് മൂന്നാമത്തെ ചോദ്യം. ഇപ്പോൾ 3 ചോദ്യങ്ങളാണ് അബൂ സുഫിയാൻ അവിടെ ചോദിച്ചത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു സൈഡ് പോയിന്റ്, ആ ചോദ്യങ്ങളുടെ ഓർഡർ നോക്കുക. ആദ്യം റസൂലുള്ളാഹ്, രണ്ടാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ രൂപത്തിൽ, അതേ രൂപത്തിൽ തന്നെയായിരുന്നു ആ സ്ഥാനങ്ങളും. പിന്നീട് ഖിലാഫത്തും അതേ ഓർഡറിൽ തന്നെയാണ് സംഭവിച്ചത്. അതായത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന സമയത്ത് അക്കാലഘട്ടത്തിലുള്ള ശത്രുക്കൾക്ക് പോലും ആ ഓർഡർ മനസ്സിലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് ചില കക്ഷികൾ വന്ന് റസൂലുള്ളാഹിക്ക് ശേഷം
ആ ഖിലാഫത്ത് ലഭിക്കേണ്ടിയിരുന്നത് അത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ചില തെറ്റായിട്ടുള്ള വാദങ്ങളായിട്ട് പിന്നീട് ആളുകൾ കടന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പം അബൂ സുഫിയാൻ മൂന്നാമതായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ജീവനോടെ ഉണ്ടെന്ന് റളിയല്ലാഹു അൻഹു ആ ചോദ്യവും 3 തവണ ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം അപ്പുറത്ത് മുസ്ലിങ്ങൾ കേൾക്കുന്നുണ്ട്, യാതൊരു മറുപടിയും അവർ നൽകുന്നില്ല. അപ്പോൾ യാതൊരു മറുപടിയും ലഭിക്കാതായ സമയത്ത് അബൂ സുഫിയാൻ താഴെ ഇറങ്ങി വന്ന ആ സംഘത്തോട് അബൂ സുഫിയാൻ പറഞ്ഞു, ഈ 3 ആളുകളെയും നമ്മൾ വധിച്ചിട്ടുണ്ട്, അവരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അതുകൂടെ കേട്ട സമയത്ത് അപ്പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് ആ ദേഷ്യം അടക്കി പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഈ ഒരു കമൻറ്റ് കൂടെ കേട്ട സമയത്ത്, അതായത് നമ്മൾ അവരെല്ലാം വധിച്ചിട്ടുണ്ടെന്നുള്ള അബൂ സുഫിയാൻ്റെ ആ കമൻറ്റ് കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ്, കദബ്ത വല്ലാഹി അദുവല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രു, നീ പറയുന്നത് മുഴുവൻ കള്ളാണ്. ഇന്നല്ലദീന അദത്തൽ അഹ്യാഉൻ കുല്ലുഹും, നീ എണ്ണിപ്പറഞ്ഞ ആളുകളെല്ലാം ഇവിടെ ജീവനോടെയുണ്ട്. വഖദ് ബഖിയ ലക മാ യസൂക, നിന്റെ ദുഃഖത്തിന് കാരണമാകുന്ന പലതും ഇവിടെ ഇനിയും ബാക്കിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്. ആ സമയത്ത് അബൂ സുഫിയാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, യൗമിൻ ബി യൗമി ബദർ, ആ ബദറിന് പകരമായിട്ടുള്ള ദിനാണിന്ന്. ആ ബദറിന് നൽകിയതിനുള്ള തിരിച്ചടിയാണ് ഞങ്ങളിവിടെ നൽകിയത്. വൽ ഹർബു സിജാൽ, യുദ്ധം അങ്ങനെ തന്നെയാണ്. അത് ചില ദിവസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, ചില ദിവസം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദിൻ്റെ റിപ്പോർട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, ലാ സവാ, അതൊരിക്കലും തുല്യമല്ല. കാരണം ഖത്ലാന ഫിൽ ജന്ന വ ഖത്ലാക്കും ഫിന്നാർ, നിങ്ങളിൽ നിന്നും മരണപ്പെട്ട ആളുകൾ അവർ നരകത്തിലേക്കാണ് പോകുന്നത്, അതേസമയം ഞങ്ങളിൽ നിന്നും ഷഹീദായിട്ടുള്ള ആളുകൾ അവർ സ്വർഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അതിലേക്കാൻ വരുന്നുണ്ട്. സൂറത്ത് ആല ഇമ്രാൻ്റെ 169 വചനത്തിൽ ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് ശുഹദാക്കളെ വിശേഷിപ്പിച്ചത്. അവർ മരണപ്പെട്ടു എന്ന് പോലും നിങ്ങൾ പറയരുത്. ഇപ്പോൾ ഇവിടെ മനോഹരമായിട്ട് 2 മൈൻഡ് സെറ്റുകളാണ്. അതായത് ആഖിറത്തില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങളെല്ലാം അപൂർണമായിട്ടുള്ള ഒരു ദുനിയവി ഗ്ലാസ്സിലൂടെ മാത്രമാണ് അവർ കാര്യങ്ങളിലേക്ക് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഉപരിപ്ലവമായിട്ട് ബാഹ്യമായിട്ടുള്ളൊരു ചിത്രം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അതായത് അവർ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ആ ടിപ്പ് ഓഫ് ഐസ്ബർഗ്, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് അവർ കാണുക. അത് ഈ ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റൂമിൻ്റെ ആരംഭ ഭാഗത്ത് 7-ാമത്തെ വചനത്തിൽ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഐഹിക ജീവിതത്തിൽ നിന്നും പ്രത്യക്ഷമായത് അല്ലെങ്കിൽ ബാഹ്യമായത് മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മരണാനന്തര പരലോകമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അവർ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് അവർ അശ്രദ്ധയിലാണ്. അപ്പം അതുണ്ടെങ്കിൽ മാത്രമേ ആ ചിത്രം പൂർണ്ണമാകുന്നുള്ളൂ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണത്തിൽ സംഭവങ്ങളെല്ലാം രണ്ടും ഒരേ രൂപത്തിലാണ്. അവിടെയും യുദ്ധം, ഇതും യുദ്ധമാണ്. 2 യുദ്ധത്തിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് രണ്ടും തുല്യമല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ രൂപത്തിൽ ബാഹ്യമായിട്ടുള്ള കേവലം വിലയിരുത്തലുകൾ മാത്രമാണ്. ശേഷം അബൂ സുഫിയാൻ ആ സംഭാഷണം തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നക്കും സതജിദൂന ഫിൽ ഖൗമി മുസ്ല, യുദ്ധക്കളത്തിൽ നിങ്ങളിൽപ്പെട്ട പല ആളുകളുടെയും ശരീരങ്ങൾ അവർ വികൃതമാക്കിയതായിട്ട്, അംഗഭംഗം ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടേക്കാം. ലം ആമുറുബിഹ, ഞാൻ അതിന് കൽപ്പന നൽകിയിട്ടില്ല. ഞാനാണ് അവരുടെ നേതാവെങ്കിലും ആ രൂപത്തിൽ ചെയ്യാൻ ഞാൻ അവർക്ക് ഓർഡർ നൽകിയിരുന്നില്ല. അതേസമയം വലം തസുനി, അതിലെനിക്ക് പരാതി ഒന്നുമില്ല, എനിക്കതിലൊരു വിഷമവുമില്ല. ശേഷം അവസാനമായിട്ട് അബൂ സുഫിയാൻ ഉറക്കെ അയാളുടെ ആരാധ്യനെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഉഅ്ലു ഹുബൽ, ഹുബൽ ഉയരട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ എന്നെല്ലാം തക്ബീർ വിളിക്കുന്നത് പോലെ അവരുടെ ആരാധ്യനായിട്ടുള്ള ബഹുദേവ ആരാധകരായിട്ടുള്ള ഖുറൈശികളുടെ ആരാധ്യനായിട്ടുള്ള ഹുബലിനെ വാഴ്ത്തിക്കൊണ്ട് ഹുബലിനെ തക്ബീർ വിളിക്കുകയാണ് അബൂ സുഫിയാൻ. ഇപ്പോൾ ഹുബൽ ആരാണെന്ന് ആ സീറയുടെ ആരംഭഭാഗം മുതൽ കേൾക്കുന്നവർ ഓർക്കുന്നുണ്ടാകും. സീറയുടെ ആരംഭത്തിൽ 5-ാമത്തെ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, അറബ് ദേശത്ത് അവിടെ യഥാർത്ഥത്തിലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശം ഉൾക്കൊണ്ട് അവർ ജീവിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അറബ് ദേശത്തേക്ക് ഇറക്കുമതി ചെയ്ത വിഗ്രഹം ആ ഹുസാ ഗോത്രക്കാരനായിരുന്ന അംർ ഇബ്നു ലുഹൈ, അയാൾ സിറിയയിലേക്ക് പോയി അവിടെ നിന്നും ആദ്യമായിട്ട് കൊണ്ടുവന്ന ആ കഅബയിൽ സ്ഥാപിച്ച വിഗ്രഹം അത് ഹുബലായിരുന്നു. ഖുറൈശികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധ്യനാണ് ഹുബൽ. ആ ഹുബലിനെ വാഴ്ത്തിക്കൊണ്ട് അബൂ സുഫിയാൻ അവിടെ ഉലു ഹുബൽ എന്ന് വിളിക്കുകയാണ്. അത് കേട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുവരെ റസൂലുള്ളാഹി യാതൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ട സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, അലാ തുജീബൂനഹു,
നിങ്ങൾ അയാൾക്ക് മറുപടി നൽകുന്നില്ല. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു കാര്യം നോക്കുക. അതായത് ഇത്രയും നേരം നിരവധി സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം റസൂലുള്ളാഹി അവിടെ നിശബ്ദമായിട്ട് ഇരിക്കുകയായിരുന്നു. അത് കേവലം വ്യക്തിപരമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ചോദ്യങ്ങളായിരുന്നു. അതിനെല്ലാം നിശബ്ദമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ആ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യം അവിടെ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി വായ തുറക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അയാൾക്ക് മറുപടി നൽകുന്നില്ലേ? ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ ചോദിച്ചു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഞങ്ങൾ മറുപടിയായിട്ട് പറയേണ്ടത്? ഹുബൽ ഉയരട്ടെ എന്ന് അവിടെ വിളിച്ചതിന് എന്താണ് മറുപടിയായിട്ട് പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായിട്ട് പറഞ്ഞു, അല്ലാഹു അലാ വ അജൽ, അല്ലാഹു ആണ് ഏറ്റവും ഉന്നതനും മഹാനുമെന്ന് മറുപടി നൽകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു മറുപടിയായിട്ട് അത് വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ അബൂ സുഫിയാൻ അപ്പുറത്തുനിന്ന് വീണ്ടും പറഞ്ഞു, ഇന്നലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് സംരക്ഷകനായിട്ട് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. ഉസ്സ എന്നുള്ളത് ഖുറൈശികളുടെ മറ്റൊരു ആരാധ്യനാണ്. അതെല്ലാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. അപ്പം അബൂ സുഫിയാൻ അത് വിളിച്ചു പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി നേരത്തേതിന് സമാനമായിട്ട് അവരോട് അതേ ചോദ്യം ആവർത്തിച്ചു, നിങ്ങൾ അതിന് മറുപടി നൽകുന്നില്ലേ? അപ്പം എന്താണ് മറുപടി നൽകേണ്ടതെന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഖൂലു അല്ലാഹു മൗലാന വലാ മൗലാലക്കും, ഞങ്ങൾക്ക് സഹായിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്, നിങ്ങൾക്ക് സഹായിയായിട്ട് ആരുമില്ല. ആ രൂപത്തിൽ മറുപടി നൽകാൻ വേണ്ടി റസൂലുള്ളാഹി അവർക്ക് നിർദ്ദേശം നൽകി. അതിനുശേഷം സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ അദ്ദേഹം തുടരാണ്, ആ രൂപത്തിലുള്ള സംഭാഷണങ്ങൾക്കെല്ലാം ശേഷം അബൂ സുഫിയാനും കൂട്ടരും ആ യുദ്ധക്കളം വിട്ട് പിന്തിരിഞ്ഞു പോവാൻ. അപ്പോൾ അവരാ പിന്തിരിഞ്ഞു പോകുന്ന സമയത്തും അവർ വെല്ലുവിളി മുഴക്കിക്കൊണ്ട് അവർ പറയുന്നുണ്ടായിരുന്നു, അടുത്ത വർഷം ബദറിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട സമയത്തും റസൂലുള്ളാഹി മുന്നിലുണ്ടായിരുന്ന അനുചരന്മാരോട് പറയാൻ കൽപ്പിച്ചു, നഅം ഹുവ ബൈനനാ വ ബൈനക മൗഇദ്, അതെ നമുക്കിടയിൽ അതൊരു കരാറാണ്, അടുത്ത വർഷം ബദറിൽ വേണമെങ്കിൽ കണ്ടുമുട്ടാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ രൂപത്തിൽ മറുപടി നൽകാനും റസൂലുള്ളാഹി അവർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ അവർ ശത്രുക്കൾ ആ യുദ്ധക്കളം വിട്ടു പോവാൻ. മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, യുദ്ധാനന്തരം ആ ശത്രുക്കൾ യുദ്ധക്കളം വിട്ടു പോകുന്നതിന് മുമ്പായിട്ട് ഏതോ ഒരു പോയിന്റിൽ മുസ്ലിങ്ങൾ അത്രയേറെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആ വേളയിൽ, കാരണം യുദ്ധം അവസാനിച്ചിട്ടുണ്ടോ, ഇനിയെങ്ങാനും ശത്രുക്കൾ വീണ്ടും തിരിച്ചു വരുമോ, ഈ രൂപത്തിലുള്ള നിരവധി ആശങ്കകളും ഭയമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസമായിട്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു മയക്കം, ഒരു ഉറക്കം നൽകുന്നുണ്ട്. ഒരിക്കലും ഉറങ്ങാൻ കഴിയാത്തൊരു സമയമാണത്. അപ്പോൾ അവിടെ സമാനമായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബദറുമായിട്ട് ബന്ധപ്പെട്ടും ബദർ യുദ്ധത്തിൻ്റെ തലേ ദിവസം ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉറക്കവും മഴയെല്ലാം നൽകിയിരുന്നു. അത് ബദർ യുദ്ധത്തിന് മുമ്പാണെങ്കിൽ ഇവിടെ ഉഹുദ് യുദ്ധത്തിന് ശേഷമാണ്. ഉഹുദ് യുദ്ധാനന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉറക്കം, ഒരു മയക്കം അവർക്ക് നൽകുകയാണ്. അപ്പോൾ നമുക്കറിയാം, വ്യക്തി ജീവിതത്തിൽ കഠിനമായിട്ടുള്ള സ്ട്രെസ്, മാനസിക സംഘർഷം അനുഭവിക്കുന്ന സമയത്ത് പലപ്പോഴും ഉറക്കം വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആ സമയത്ത് ഉറങ്ങാൻ കഴിയില്ല, പക്ഷെ ഉറങ്ങുകയാണെങ്കിൽ വലിയൊരു അനുഗ്രഹമാണ്. എല്ലാം മറക്കാൻ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ആവാൻ അത് വളരെയേറെ ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അനുഗ്രഹം പ്രത്യേകമായിട്ട് നമ്മൾ ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കവർ ചെയ്യുന്ന സൂറത്ത് ആൽ ഇംറാൻ്റെ 154-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യമാണ് പറയുന്നത്. സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനത്തൻ നുഗാസൻ യഅ്ശാ ത്വാഇഫതൻ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നീട് ആ ദുഃഖത്തിന് ശേഷം, അതായത് ഉഹുദിൽ അവർ കേൾക്കേണ്ടി വന്ന ആ ഒരു പ്രതിസന്ധി, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിർഭയത്വം അല്ലെങ്കിൽ ഒരു മയക്കം അവർക്ക് നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ നുഗാസ് എന്നുള്ളത് ഉറക്കമല്ല, ഒരു പ്രത്യേക മയക്കമാണ്. ഇപ്പോൾ ഭാഷയിൽ നൗമ്, അതേപോലെ തന്നെ റുഖൂദ്, ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത പദങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ അർത്ഥമാണ്. ഇപ്പോൾ ഗാഠനിദ്രയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൻ്റെ ആ ചരിത്രത്തിൽ അവരുടെ ഉറക്കത്തെ സംബന്ധിച്ച് വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ് എന്നുള്ള പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു മയക്കം, ആ മയക്കം ഏതു രൂപത്തിലായിരുന്നെന്ന് റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, ഉഹുദിൻ്റെ ദിനം ആ ഉറക്കം അല്ലെങ്കിൽ ആ മയക്കം പിടിപെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഏത് രൂപത്തിലായിരുന്നു അത്? അദ്ദേഹം പറയാണ്, ഞാൻ ഉറങ്ങും, എൻ്റെ കയ്യിൽ നിന്നും ആ വാള് താഴെ വീഴും, ആ സമയത്ത് ഞാനതെടുക്കും, വീണ്ടും ആ വാള് കൈ പിടിക്കും, ആ സമയത്ത് വീണ്ടും എന്നെ ഉറക്കം ബാധിക്കും. ആ രൂപത്തിലായിരുന്നു ആ മയക്കം ഞങ്ങളെ ബാധിച്ചത്. അത് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉദാഹരിക്കാവുന്നത്, ഇപ്പോൾ നമ്മൾ ദീർഘയാത്ര, ട്രെയിനിലും ബസ്സിലെല്ലാം ദീർഘയാത്ര നടത്തുന്ന സന്ദർഭത്തിൽ പലപ്പോഴും കയ്യിൽ മൊബൈൽ വെച്ച് നമ്മൾ ഉറങ്ങിപ്പോകും. മൊബൈൽ താഴെ വീടുന്ന സമയത്താകും ബോധം വരും. ആ രൂപത്തിലുള്ള ഒരു മയക്കം അവരെ ബാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ സൂചിപ്പിച്ച ആയത്തിൻ്റെ ആ തുടർച്ച വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കഴിയുന്നത്ര പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ സീറ മുന്നോട്ട് പോകുന്നത്. ഉഹുദായിട്ട് ബന്ധപ്പെട്ട്
ആ സൂറത്തു ആൽ ഇംറാൻ്റെ ആ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ 154-ാമത്തെ ആയത്ത് ദീർഘമായിട്ടുള്ളൊരായത്താണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കം നൽകിയത് മാത്രമല്ല പറയുന്നത്, അതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ആയത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അള്ളാഹു അലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും പുറപ്പെട്ട വഴിയിൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിൻ്റെ കൂടെ ഒരു സംഘം മുനാഫിക്കുകൾ പിന്തിരിഞ്ഞു പോയിരുന്നു. അവർ പോയിരുന്നെങ്കിലും ഒരല്പം മുനാഫിക്കുകൾ വീണ്ടും ആ സംഘത്തിൽ, മുസ്ലിം സംഘത്തിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം, ഒരുപക്ഷേ അവർ ആ ഗനീമത്ത് മോഹിച്ചിട്ടാകണം, അതല്ലെങ്കിൽ അഭിമാന സംരക്ഷണത്തിന്, അതല്ലെങ്കിൽ പേരും പ്രശസ്തി, അതേ രൂപത്തിലുള്ള നിരവധി കാരണങ്ങളാൽ ചില മുനാഫിക്കുകൾ ആ സംഘത്തിൽ അവശേഷിച്ചിരുന്നു. അവർ നടത്തുന്ന ചില കമൻറ്റുകൾ, അല്ലെങ്കിൽ അവരുടെ ഹൃദയം സ്കാൻ ചെയ്ത് അവരുടെ ഹൃദയത്തിനകത്തുള്ള ചിന്തകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ചില വാക്കുകൾ, ലൗകാന ലനാ മിനൽ അംരി ശൈഅൻ മാ ഖുതിൽന ഹഉന, അവർ പറയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ ഇത്ര ആൾ കൊല്ലപ്പെടേണ്ടി വരുമായിരുന്നില്ല. അവരുടെ വാക്കുകളാണ്. അതായത് ഒന്ന് ഓർക്കൊന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, ഉഹുദിന് വേണ്ടി ആ സംഘം പുറപ്പെട്ട സന്ദർഭത്തിൽ മുനാഫിക്കളായിട്ടുള്ള ആളുകൾ അവർ സജസ്റ്റ് ചെയ്തത് നമ്മൾ പോകേണ്ടതില്ല, മദീനയിൽ നിന്ന് തന്നെ യുദ്ധം ചെയ്യാമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ ഈ സമയത്ത് പറയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. അവിടെയും ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളൊരു ഹദീസ് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ലവ് എന്നുള്ള പദം, ആ എങ്കിൽ എന്നുള്ള പദം നിങ്ങൾ പറയരുത്. കാരണം അത് പിശാചിനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കും. ലൗകാന കഥ ലക്കാന കഥ, ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല, ആ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കരുത്. പകരം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഖദർ പ്രകാരമാണ് നടക്കുന്ന. ആ രൂപത്തിലുള്ള വിശ്വാസമാണ് വിശ്വാസികൾക്ക് വേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനം മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നെങ്കിൽ നിങ്ങൾ മരണപ്പെടുമായിരുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ നിങ്ങൾക്ക് മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരണമെന്നില്ല, നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ആ മരണം നിങ്ങളെ തേടി അങ്ങോട്ട് എത്തും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് ആയത്തിൽ മനോഹരമായിട്ടുള്ള ആയത്ത് അവസാനിപ്പിക്കുന്നത്. കഴിയെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഈ ചരിത്രത്തോടൊപ്പം ആയത്ത് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഈ രൂപത്തിലുള്ള ഉറക്കം ആ ഉഹുദ് യുദ്ധാനന്തരം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക. അപ്പോൾ ഈ ഒരു സമയം ആയപ്പോഴേക്കും ശത്രുക്കൾ ആ യുദ്ധക്കളം വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി റസൂലുള്ളാഹി അവരുടെ പിറകിൽ രഹസ്യമായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഉഹുദിൻ്റെ 1-ാം ഭാഗത്ത് ഓർക്കുന്നുണ്ട്, അവർ യുദ്ധക്കളം വിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു വഴിയിലൂടെ അവർ രഹസ്യമായിട്ട് വന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആക്രമണം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയും ആ ഒരു അബദ്ധം ആവർത്തിക്കരുതെന്ന് അത് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനെ പിറകെ അയച്ച സമയത്ത് റസൂലുള്ളാഹി ചില നിർദ്ദേശങ്ങൾ നൽകി. നീ പോയി അവരെ വീക്ഷിക്കുക, ചില ക്ലൂ നൽകി. റസൂലുള്ളാഹി പറഞ്ഞു, അവർ കുതിരയെ ഒഴിവാക്കി ഒട്ടകപ്പുറത്താണ് അവർ യാത്ര ചെയ്യുന്നതെങ്കിൽ അവർ മക്കയിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അതേസമയം അവർ ഒട്ടകത്തെ ഒഴിവാക്കി കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവർ വീണ്ടും മദീനയെ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള പുറപ്പാടാണ്. റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് ആ സമയത്ത് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, അവരെങ്ങാനും ഇനിയും മദീനയെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ അവരോട് വീണ്ടും പൊരുതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ശരീരത്തിലുള്ള ആ രക്തം ഉണങ്ങിയിട്ടില്ല, ആ മുറിവേറ്റ ആ ഒരു സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് തളരാതെ പറയാണ്, ഇനിയും നമ്മൾ അവരോട് പോരാടും. അത് പറയുക മാത്രമല്ല, അത് ചെയ്യുന്നത് ഒരല്പം കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കാണും. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രഹസ്യമായിട്ട് ശത്രുക്കളുടെ പിറകിൽ പോയി അവരെ ഫോളോ ചെയ്തു, അവരെന്താണ് ചെയ്യുന്നതെന്നറിയാൻ. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിന് കാണാൻ സാധിച്ചത്, അവർ കുതിരയെ ഒഴിവാക്കി ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നതായിട്ട് അലി റളിയല്ലാഹു അൻഹുവിന് കാണാൻ സാധിച്ചത്. അതായത് അവർ മക്കയിലേക്ക് തന്നെയാണ് പോകുന്നത്, അവർ ഇനി തിരിച്ചു വരില്ലെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വിവരം അറിയിച്ചു. അപ്പോൾ ശത്രു സൈന്യം യുദ്ധക്കളം വിട്ടുപോയെന്ന് ഉറപ്പായി. ഇനി നമ്മൾ മുസ്ലിം ക്യാമ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് യുദ്ധാനന്തരം വളരെ ഹൃദയഭേദകമായിട്ടൊരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. യുദ്ധക്കളത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തായിട്ട് മുസ്ലിം മയ്യത്തുകൾ ഛിന്ന ഭിന്നായിട്ട് കിടക്കുകയാണ്. പലതും വളരെ മൃഗീയമായ രൂപത്തിൽ അവർ വികൃതമാക്കിയിട്ടുണ്ട്, അവർ അംഗഭംഗം ചെയ്തിട്ടുണ്ട്. മറ്റു ചില ആളുകൾ അവർ അവസാനത്തെ നിമിഷങ്ങൾ ആ മരണത്തോട് മല്ലടിച്ച് അവിടെ കിടക്കുകയാണ്. ചില ആളുകൾ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ പരിക്കുപറ്റി യുദ്ധക്കളത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്താണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൻ്റെ തീവ്രത മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള സ്വഹാബി വനിതകൾ പോലും
അവരെ പരിചരിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, ആ സമയത്ത് യുദ്ധക്കളത്തിൽ റസൂലുള്ളാഹിൻ്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയെയും അതേപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെല്ലാം ഞാൻ ആ യുദ്ധക്കളത്തിൽ കണ്ടു. മറ്റൊരു സൈഡ് പോയിന്റ്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം ബിൻത്ത് മിൽഹാൻ റളിയല്ലാഹു അൻഹ, അത് ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവാണ്. അവരാദ്യം വിവാഹം കഴിച്ചത് മാലിക് ബിൻ നദർ എന്നറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. അയാൾ അവിശ്വാസിയായിരുന്നു. അവരിലുണ്ടായ സന്താനമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. പിന്നീട് അയാൾക്ക് ശേഷം ഈ ഒരു സന്ദർഭത്തിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിരിക്കുന്നത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയാണ്. അബൂ ത്വൽഹ ഒരല്പം മുമ്പ് ഉഹുദിൻ്റെ സമയത്ത് അവർക്ക് ആ ഉറക്കം പിടിപെട്ട സമയത്ത് ആ വാള് കയ്യിൽ നിന്നും പോയ ആ സംഭവമെല്ലാം ഉദ്ധരിച്ചത് ഓർക്കുന്നുണ്ടാകും. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവാണ്. അബൂ ത്വൽഹ ആദ്യം അവിശ്വാസിയായിരുന്നു, പിന്നീട് ഇസ്ലാമാണ് ആ ഒരു വിവാഹത്തിന് സ്ത്രീധനായിട്ട് നൽകിയത്. ആ ചരിത്രമെല്ലാം സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധക്കളത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെയും അതേപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെയും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെല്ലാം ആ യുദ്ധക്കളത്തിൽ ഞാൻ കണ്ടു. അവർ ദൂരെ നിന്ന് അവിടെ പോയി അവർ ആ വെള്ളം ചുമലിൽ കൊണ്ടുവന്ന് അവിടെ യുദ്ധക്കളത്തിൽ മുറിവേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ അവരെ പരിക്ക് പറ്റി കിടക്കുന്ന ആളുകളുടെ വായിലെല്ലാം അവർ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ആളുകൾക്കെല്ലാം അവർ വേണ്ട പരിചരണങ്ങൾ അവർ നൽകുന്നുണ്ടായിരുന്നു. വെള്ളം കഴിയുന്ന സമയത്ത് അവർ വീണ്ടും ദൂരെ പോയി ആ വെള്ളം താങ്ങിക്കൊണ്ടുവന്ന് അവരെ പരിചരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ മറുവശത്ത് റസൂലുള്ളാഹിയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് യുദ്ധാനന്തരം ആ ഉഹുദ് മലയുടെ താഴ്വരയിൽ റസൂലുള്ള അവിടെ ഇരിക്കുകയാണ്. നട്ടുച്ച നേരാണ്. അപ്പോൾ നേരത്തെ ആ റസൂലുള്ളാഹിൻ്റെ കവിളിലേറ്റ ആ ആണിയെല്ലാം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറിച്ചു. നെറ്റിയിലും മുറിവുണ്ട്. ഈ സമയത്തും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിൻ്റെ ആ ഒഴുക്ക് നിലച്ചിട്ടില്ല. അപ്പോൾ ശത്രുക്കളെല്ലാം യുദ്ധക്കളം വിട്ടുപോയി. യുദ്ധം അവസാനിച്ച് ആ രംഗം സ്വസ്ഥായ സമയത്ത് സമീപത്തുണ്ടായിരുന്ന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് കുടിക്കാൻ വേണ്ടി ഒരല്പം വെള്ളം ശേഖരിക്കാൻ വേണ്ടി പാത്രം എടുത്ത് ഉഹുദിന് സമീപത്തുള്ള ഒരു ഉറവ, അൽ മിഹ്റാസ് എന്ന പേരിലുള്ള ഒരു ഉറവയെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അവിടെ പോയി ആ പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് അത് കൊണ്ടുവന്ന് റസൂലുള്ളാഹിക്ക് കുടിക്കാൻ നൽകുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ആ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയി ആ വായയുടെ അവിടെ എത്തിയ സമയത്ത് റസൂലുള്ളാഹി അത് കുടിച്ചില്ല. കാരണം ആ വെള്ളത്തിനൊരു ദുർഗന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും മനോഹരമായിട്ടുള്ളൊരു സൈഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം അത് ഹലാലാണ്, പക്ഷേ അത് ത്വയ്യിബായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വായിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും, പരിശുദ്ധ ഖുർആനിൽ 4ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തെ അല്ലെങ്കിൽ പാനീയത്തെ സംബന്ധിച്ച് പറയുമ്പോഴെല്ലാം കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, സൂറത്തുൽ ബഖറയുടെ 168-ാമത്തെ വചനം. ഹലാലുമാകണം, അതേപോലെ തന്നെ ത്വയ്യിബാകണം. അതൊരല്പം കൂടെ ഡീപ്പായിട്ട് നമ്മൾ സമകാലിക ലോകമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രി നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്താണെന്ന് വെച്ചാൽ നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ ഹലാൽ ലഭിക്കും, പക്ഷേ പലതും ത്വയ്യിബല്ല എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള മായവും മറ്റും കാരണം നിരവധി ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ ലോകത്തുടനീളം നമ്മൾ അനുഭവിക്കേണ്ടി വരാണ്. ഹലാലും അതേപോലെ തന്നെ ത്വയ്യിബും രണ്ടും ഒരേ രൂപത്തിലാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കുടിച്ചില്ല, ദുർഗന്ധം കാരണം അത് കുടിച്ചില്ല. അത് മനസ്സിലാക്കി ഉടനെ തന്നെ സമീപത്തുണ്ടായിരുന്ന മറ്റൊരു സ്വഹാബി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉടനെ തന്നെ ഒരു പാത്രം എടുത്ത് പോയി ദൂരെ എവിടെയോ പോയി ശുദ്ധമായിട്ടുള്ള വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിക്ക് നൽകി. റസൂലുള്ളാഹി അത് കുടിച്ചു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി വെള്ളമെല്ലാം കുടിച്ചു. പക്ഷേ ആ സമയത്തും നെറ്റിയിലേറ്റ ആ മുറിവിൽ നിന്നുള്ള രക്തത്തിൻ്റെ പ്രവാഹം നിലച്ചിട്ടുണ്ടായിരുന്നില്ല. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലെല്ലാം കാണാൻ സാധിക്കും, മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടേക്ക് വരികയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് അവർ ഒരല്പം വെള്ളം കൊണ്ടുവന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ മുറിവ് അവിടെ കഴുകി നോക്കി. ആ വെള്ളം ഒഴിക്കും തോറും ആ രക്തത്തിൻ്റെ ആ ഒഴുക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന ഒരു പായ കഷ്ണം കത്തിച്ച് അത് ചാരാക്കി ആ ചാരം ആ മുറിയിൽ വെച്ച് കെട്ടി. അതായത് അവരുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ആ കാലത്തുണ്ടായത്. അപ്പോൾ ആ ചാരം വെച്ച് ആ നെറ്റിയിലുള്ള മുറിവ് കെട്ടിയതോടുകൂടെ ആ സമയത്താണ് ആ രക്തത്തിൻ്റെ ഒഴുക്ക് നിലച്ചത്. ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ അവർ പരിചരിച്ചു. അതിനുശേഷം ശത്രുക്കളെല്ലാം പോയി ഈ രൂപത്തിൽ പ്രഥമ ശുശ്രൂഷ എല്ലാം നൽകിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടായിട്ട് പറഞ്ഞു. ഇമാം അഹ്മദിൻ്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, ഇസ്തവു ഹത്ത ഉസ്നി അലാ റബ്ബി, നമ്മുടെ റബ്ബിന് അഭിവാദനങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഇസ്തവു, നിങ്ങൾ അണിചേർന്ന് നിൽക്കുക. അതാ റസൂലുള്ളാഹി നൽകിയ നിർദ്ദേശം. അത് ലഭിച്ച ഉടനെ മുഴുവൻ സ്വഹാബികളും റസൂലുള്ളാഹിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ്. അവിടെ വെച്ച് റസൂലുള്ളാഹി കൈകൾ ഉയർത്തി ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ദഅലഹും, റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം
ന്യൂനപക്ഷം ചില സിഗ്ര പണ്ഡിതന്മാർ റസൂലുള്ള ആ ഒരു പ്രവൃത്തിയെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിലെ ശുഹദാക്കൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചതായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശുഹദാക്കൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാറില്ല, അതേപോലെ തന്നെ അവരുടെ ജനാസ കുളിപ്പിക്കാറില്ല. ആ രൂപത്തിലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയെ പലപ്പോഴും അതായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും റസൂലുള്ള അവിടെ വെച്ച് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന 2 പോയിന്റുകൾ, ഒന്ന് ത്വായിഫാണ്, മറ്റൊന്ന് ഉഹ്ദാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ത്വായിഫ് എന്നുള്ളത് റസൂലുള്ളാഹിനെ വ്യക്തിതലത്തിൽ ബാധിച്ചതായിരുന്നെങ്കിൽ ഉഹ്ദ് എന്നുള്ളത് വ്യക്തിതലം മാത്രമായിരുന്നില്ല, മറിച്ച് ആ സമൂഹത്തെ ഒന്നടങ്കം ബാധിച്ചൊരു പ്രതിസന്ധിയായിരുന്നു. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ 2 പോയിന്റുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റിലും ഏത് രൂപത്തിലാണ് വിശ്വാസികൾ പ്രതിസന്ധികളിൽ പ്രതികരിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ത്വായിഫിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു. അതേപോലെ തന്നെയാണ് സമാനമായിട്ട് ഉഹദിലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ആ യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷയോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകളുയർത്തുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രതിസന്ധിയിലും വിശ്വാസികളുടെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് അത് പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകളുയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു, ഓ അല്ലാഹ് എല്ലാ സ്തുതികളും ഒന്നൊഴിയാതെ എല്ലാ സ്തുതികളും നിനക്കുള്ളതാണ്. ആ ഹംദ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടാണ് ആ ഒരു സന്ദർഭത്തിലും ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. വിഷമമുണ്ടാകും, അതേപോലെ തന്നെ നമുക്ക് ആ വിഷമം പ്രകടിപ്പിക്കാം. പക്ഷേ ആ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ ആ റിള, ആ തൃപ്തിപ്പെടുക, ആ ഒരു ഹംദിലൂടെയാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ശേഷം അല്ലാഹുമ്മ ലാ ഖാബിദ ലിമാ ബസത്ത വലാ ബാസിത ലിമാ ഖബൽത, ഓ അല്ലാഹ് നീ വിശാലമാക്കിയത് ചുരുക്കുന്നവനായിട്ടോ അല്ലെങ്കിൽ നീ ചുരുക്കിയത് വിശാലമാക്കുന്നവരോ ആയിട്ട് ഒരാളുമില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ്. അത് ജയപരാജയങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ റിസ്ക്കിൻ്റെ കാര്യത്തിലോ മാത്രമല്ല, മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു സൈഡ് പോയിന്റ് അൽ ഖാബിദ് അൽ ബാസിത്ത് എന്നുള്ളത് അള്ളാഹിൻ്റെ 2 നാമങ്ങളാണ്. വികസിപ്പിക്കുന്നവൻ, അതേപോലെ തന്നെ ചുരുക്കുന്നവൻ. അത് സൃഷ്ടികളിലുടനീളം ആ ഒരു ക്വാളിറ്റി കാണാൻ സാധിക്കും. എല്ലാം നമ്മുടെ പ്രപഞ്ചം മുതൽ നമ്മുടെ ഹൃദയം വരെ അത് ചുരുങ്ങുകയും എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ, അത് ആ ഒരു ക്വാളിറ്റി സൃഷ്ടികളിലുടനീളം കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ് എല്ലാം ചുരുക്കുന്നവനും അതേപോലെ തന്നെ വികസിപ്പിക്കുന്നവനെല്ലാം നീയാണ്. അതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് വലാ ഹാദി അലിമ അദ്ലൽത വലാ മുദില്ല ലിമൻ ഹദൈത, ഓ അല്ലാഹ് നീ പിഴപ്പിച്ച ഒരാൾക്ക് വഴി കാണിക്കുന്നവനായിട്ട് ഒരാളുമില്ല, അല്ലെങ്കിൽ നീ വഴി കാണിച്ചവനെ പിഴപ്പിക്കുന്നവനായിട്ട് ഒരാളുമില്ല. അതിനുശേഷം നമ്മളെല്ലാം സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാറുള്ള വലാ മാനി അലിമ അഅ്തൈത വലാ മുഅ്തി അലിമ മനഅത, നീ നൽകുന്നത് തടയുന്നവനായിട്ടോ അല്ലെങ്കിൽ നീ തടഞ്ഞത് നൽകുന്നവനായിട്ടോ ഒരാളില്ല. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ആരംഭം നോക്കുക. റസൂലുള്ളാഹി ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെയും നമ്മയെല്ലാം ഉണർത്തുന്നത്, പ്രതിസന്ധികൾ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. ആ സന്ദർഭത്തിൽ നമ്മളെ ഉണർത്തേണ്ട ഒരു കാര്യം, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൺട്രോളിലാണ്. പലപ്പോഴും ആ ഒരു പോയിന്റ് ആ സമയത്ത് മറക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല വീഴുന്നത് മുതൽ ലോകത്ത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖങ്ങളും അതേപോലെ തന്നെ ജയപരാജയങ്ങൾ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോട് അള്ളാഹിൻ്റെ അനുമതിയോടുകൂടെയാണ് അതെല്ലാം സംഭവിക്കുന്നത്. ശേഷം റസൂലുള്ളാഹി ആ ഒരു പ്രാർത്ഥന തുടരുന്നുണ്ട്. അതൊരു അല്പം ദൈർഘ്യമുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ആശയം പറഞ്ഞു പോവാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ ഷർറിൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. അതിനുശേഷം വിശ്വാസത്തെ ദൃഢമാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തരം പ്രതിസന്ധികളിൽ ആ വിശ്വാസം നമ്മൾ അരക്കെട്ടുറപ്പിക്കേണ്ടതുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിന, ഓ അല്ലാഹ് ഞങ്ങളുടെ മനസ്സിൽ ആ വിശ്വാസം അല്ലെങ്കിൽ ഈമാൻ അത് പ്രിയങ്കരമുള്ളതാക്കണം. അതേപോലെ തന്നെ അധർമ്മത്തോടും കുഫറിനോടെല്ലാം വെറുപ്പുണ്ടാകാൻ വേണ്ടിയും വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അതിനും റസൂലുള്ളാഹി അതേപോലെ തന്നെ മുസ്ലിമായി മരിപ്പിക്കാൻ വേണ്ടിയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തേടുന്നുണ്ട്. അവസാനം ശത്രുക്കൾക്കെതിരെ രക്ഷ ചോദിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ഇനി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രതിസന്ധിയെ വിലയിരുത്തുന്നത് നോക്കുക. സൂറത്ത് ആലി ഇംറാന്റെ 165-ാമത്തെ വചനത്തിൽ അബലമ്മ അസ്വാബത്കും മുസീബത്തും ഖദ് അസ്വബത്തും മിസ്ലൈഹ ഖുൽതും അന്ന ഹാദ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ഈ ഒരു വിപത്ത് നേരിട്ടു, അതിൻ്റെ ഇരട്ടി നിങ്ങൾ ശത്രുക്കൾക്ക് നേരത്തെ വരുത്തി വച്ചിരുന്നു. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ബദറിൽ അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും അവർ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ചില ആളുകൾ
എന്നിട്ട് ചോദിക്കുകയാണ്, ഖുൽതു മന്ന ഹാദ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്? മുനാഫിക്കുകളായിട്ടുള്ള നിരവധി ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയാണ്, ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, അത് നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുടക്കത്തിൽ നൽകിയ വിജയം കൈവിട്ടു പോകാനുള്ള കാരണം നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച അനുസരണക്കേടാണ്. അത്തരത്തിൽ ആ ഒരു അനുസരണക്കേട് നിങ്ങളുടെ കാരണം കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾക്ക് വിജയം നൽകായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്നത് അതിൽ നിരവധി യുക്തി, പലതും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾക്ക് നിരവധി പാഠങ്ങൾ അതിലൂടെ ലഭിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ 140-ാമത്തെ വചനത്തിൽ വയത്തഖിദ മിൻകുമു ശുഹദ, നിങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് ഷഹീദാകാനുള്ള അവസരം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നുണ്ട്. ആയത്തുകൾ ആ ഭാഗം നിങ്ങൾ വായിക്കുക. അപ്പോൾ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾ വിജയിച്ചത് അത് അവരുടെ കരുത്തുകൊണ്ട് അവരുടെ ശക്തി കൊണ്ട് അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുമതി നൽകിയത് കൊണ്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയും അതായത് അള്ളാഹിൻ്റെ അനുമതിയില്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. ആയത്തിൻ്റെ അവസാന ശ്രദ്ധയാണ് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് ഉണർത്തിക്കൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 140-ാമത്തെ ആയത്തിൽ ആ ഒരു താഴ്ന്ന പോയിന്റിൽ തളർന്നു കിടക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഈ ഒരു സമയത്ത് നിരവധി ക്ഷതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ അവരും അനുഭവിച്ചിരുന്നു. ബദറിൽ ദയനീയമായിട്ടുള്ള പരാജയം അവർക്ക് നേരിട്ടിട്ടുണ്ട്. അവിശ്വാസികളായിട്ട് പോലും ആ പരാജയത്തിൽ വീണ് കിടക്കാതെ അവർ വീണ്ടും എഴുന്നേറ്റ് നടന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങൾ തളരേണ്ട ആളുകളല്ല. അതിനുശേഷം തിൽക്കല്ലയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ ജയപരാജയങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യുക്തിക്കനുസരിച്ച് അത് ഐഹിക ലോകത്ത് അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. വിശ്വാസിയായി എന്നുള്ളത് കൊണ്ട് ഒരാൾ സദാസമയത്തും വിജയിച്ചു കൊള്ളണമെന്നില്ല. ഒരാൾക്ക് ജീവിതത്തിൽ പോസിറ്റീവ് മാത്രം ആ രൂപത്തിലാണെങ്കിൽ പിന്നെ നമ്മുടെ ഈമാൻ എവിടെയാണ് ടെസ്റ്റ് ഉള്ളത്? ലോകത്ത് മുഴുവൻ ആളുകൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ വിശ്വാസം സ്വീകരിക്കും. ആ രൂപത്തിലല്ല, വിശ്വാസിയാണെങ്കിലും ജയപരാജയങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം അവൻ്റെ ജീവിതത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. സൂറത്തുൽ അംബിയാഇൻ്റെ 35-ാമത്തെ വചനം ചേർത്ത് വായിക്കുക. വനബുലുവക്കും ബിശർരി വൽ ഖൈറി ഫിത്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഷർറും ഖൈറെല്ലാം ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്തെന്നുള്ളത് ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു ഇരുട്ടിനെയും മറികടക്കാനുള്ള ഒരു ഊർജം അവർക്ക് ആ വിശ്വാസം നൽകുക എന്നുള്ളതാണ്. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഒരു വിശ്വാസിയുടെ മൈൻഡ് സെറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഉയർച്ചയും താഴ്ചയെല്ലാം അത് ഐഹിക ജീവിതത്തിൻ്റെ സൈക്കിളാണ്, അതിൻ്റെ ഭാഗമാണ്. പക്ഷെ ഓരോ ഘട്ടത്തിലും അത്തരം സന്ദർഭങ്ങളോട് സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത്, നമ്മുടെ റെസ്പോൺസാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉയർച്ചയിൽ ശുക്റും അതേ സമയത്ത് താഴ്ചയിൽ സ്വബറും, ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് വിശ്വാസികളിൽ നിന്നും വരേണ്ടത്. അപ്പോൾ ചുറ്റും ഇരുട്ടാകുന്ന സമയത്തും വിശ്വാസിയുടെ അകത്ത് ഈമാൻ്റെ പ്രകാശം ഉണ്ടാകും. ആ പ്രകാശമായിരിക്കും അവനെ മുന്നോട്ട് നയിക്കുക. ഒരിക്കലും അവന് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാകില്ല. ഏതൊരു ഇരുട്ടിലും വരാനുള്ള പ്രഭാതത്തെ സംബന്ധിച്ച് പ്രതീക്ഷ പുലർത്തുന്നവരായിരിക്കും വിശ്വാസികൾ. സൂറത്തു തക്വീറിൽ വല്ലൈലി ഇദാ അശ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്, ആ രാത്രി ഇരുട്ടെന്നുള്ളത് അത് ഭയമാണ്, ആശങ്കയാണ്, ശ്വാസം മുട്ടുന്നൊരു അനുഭവമായിരിക്കും. സമാനാണ് നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കേണ്ടി വരുന്ന ഇരുട്ടുകൾ. അതേ സമയത്ത് വരാനുള്ള പ്രഭാതത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. വസ്സുബ്ഹി ഇദാ തനഫസ്, ആ പ്രഭാതം വന്നു കഴിഞ്ഞാൽ ആ തനഫസ് എന്നുള്ള പദം പോലും ഒരുപാട് നേരം ശ്വാസം മുട്ടി പിന്നീട് ശ്വാസം എടുക്കുന്ന ഒരു ആശ്വാസം, ആ ബ്രീത്ത് ഓഫ് റിലീഫ്, അതാണ് ആ ഒരു പദം പോലും കാണിക്കുന്നത്. അതായത് ഇരുട്ടും വെളിച്ചവും, ജീവിതത്തിൽ വരുന്ന ഇരുട്ടും വെളിച്ചവും അത് ജയപരാജയങ്ങളുടെ മാനദണ്ഡമല്ല, മറിച്ച് നമ്മുടെ ആത്യന്തികമായിട്ട് നമ്മുടെ പാരത്രിക ജീവിതത്തിൽ അവിടെ വിജയത്തിൻ്റെ മാനദണ്ഡം എന്നുള്ളത് നമ്മുടെ അകത്ത് സൂക്ഷിക്കുന്ന ഈമാൻ്റെ വെളിച്ചാണ്. അത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോടുള്ള നമ്മുടെ പ്രതികരണം, നമ്മുടെ റെസ്പോൺസിനെ വിശ്വാസമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് പ്രതിസന്ധികളിലാണ് വിശ്വാസികളുടെ അവരുടെ ഈമാൻ തിളങ്ങേണ്ടത്. അതേസമയം പല സന്ദർഭത്തിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പല ആളുകളും ആ വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് അത് അവരുടെ അകത്തുള്ള ഈമാൻ അവർക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള നിരവധി പാഠങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രാർത്ഥനക്കെല്ലാം ശേഷം ആ യുദ്ധക്കളത്തിലേക്ക് നടന്നു നീങ്ങി അവിടെ മുറിവേറ്റ ആളുകൾ അല്ലെങ്കിൽ വധിക്കപ്പെട്ട ആളുകളെ റസൂലുള്ളാഹി സന്ദർശിക്കാൻ, അവരെ പരിശോധിക്കാൻ. ആ സമയത്ത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി ആ സമയത്ത് ഒരാളെ പ്രത്യേകമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
അത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെയാണ്. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, നിങ്ങൾ ആരാണ് സഅദിനെ പോയി അന്വേഷിക്കുക, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ വധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ യുദ്ധക്കളത്തിൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ റഅയ്തഹു, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ വിവരം അന്വേഷിക്കുക, കൂടെ അദ്ദേഹത്തോട് എൻ്റെ സലാമും പറയുക. റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് ഈ രൂപത്തിൽ ഒരു സ്വഹാബിയെ സംബന്ധിച്ച് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടൊരു റോൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടാകും. നമ്മൾ സീറോ അല്പം റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഓർക്കുന്നുണ്ടാകും, മദീനയിൽ ഖസ്റജ് ഗോത്രത്തിൽ ബനു ഹാരിസ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഈ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. നേരത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അഖബ ഉടമ്പടിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതായത് മദീനയിൽ അസ്സാബിഖൂന ലവ്വലൂൻ, ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളിൽ ഒരാളാണ്. രണ്ടാം അഖബ ഉടമ്പടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ലീഡർമാരിൽ ഒരാളായിരുന്നു സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇത് പറയുന്ന സമയത്ത് പല ആളുകൾക്കും അദ്ദേഹത്തെ ഓർമ്മ വരും. റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് എത്തിയ ഉടനെ ആ മുഹാജിറുകൾക്കും അൻസാറുകൾക്കിടയിൽ ഒരു സാഹോദര്യ ബന്ധം മുആഖ സ്ഥാപിച്ചിരുന്നു. അതിൽ റസൂലുള്ളാഹി മുഹാജിറുകളിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ സഹോദരനായിട്ട് തിരഞ്ഞെടുത്തത് ഈ പറയപ്പെടുന്ന സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെയാണ്. അതായത് അൻസാറുകളിൽ അദ്ദേഹവും സമ്പന്നനായിരുന്നു. അതിനുശേഷം അവർ തമ്മിൽ നടക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭാഷണം സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, അതിൻ്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകാം. എനിക്ക് 2 ഭാര്യമാരുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കണമെങ്കിൽ അതിനും ആ രൂപത്തിലുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള സംഭാഷണം നടക്കുന്നുണ്ട്. ആ സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, എനിക്ക് അതൊന്നും വേണ്ട, ബാറക്കല്ലാഹു ഫി അഹ്ലിക വ മാലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിലും അതേപോലെ തന്നെ കുടുംബത്തിലെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ, മദീനയിലെ മാർക്കറ്റ് എവിടെയാണെന്ന് നിങ്ങൾ അത് മാത്രം ഒന്ന് കാണിച്ചു തന്നാൽ മതി. ആ രൂപത്തിലുള്ള ആ ഒരു സംഭാഷണമെല്ലാം നടക്കുന്നുണ്ട്. ശേഷം ബദറിൽ അദ്ദേഹം പങ്കെടുത്ത് ധീരമായി പോരാടി. ഉഹുദിൽ ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് യുദ്ധാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വിവരം അന്വേഷിക്കുകയാണ്. സലാം പറയാനും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തുടരാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ആ യുദ്ധക്കളം മുഴുവൻ പരതി അവസാനം യുദ്ധക്കളത്തിൻ്റെ ഒരു ഭാഗത്ത് മരണത്തോട് മല്ലടിച്ച് അവസാന നിമിഷങ്ങളിൽ കിടക്കുന്ന ആ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് കണ്ടെത്താനായി. ശരീരത്തിൽ ആകമാനം കുന്തം കൊണ്ടും വാളുകൊണ്ടെല്ലാം ഏറ്റ 70-ലധികം മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു, കൈഫ തജിദു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് താങ്കളുടെ വിവരം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങളോട് സലാം പറയാനും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു അവസാന നിമിഷങ്ങൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വഅലാ റസൂലില്ലാഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എൻ്റെ സലാം. റസൂലുള്ളാഹിക്ക് ആ സലാം മടക്കിയതിന് ശേഷം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിനോട് പോയി പറയണം, ഖുല്ലഹു അജിദു റീഹൽ ജന്ന, ഞാൻ ആ സ്വർഗത്തിൻ്റെ ആ നറുമണം, ആ സ്വർഗത്തിൻ്റെ സുഗന്ധം ഈ ഒരു സമയത്ത് ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മറ്റൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു, വഖുല്ലി ഖൗമി അൽ അൻസാർ, എൻ്റെ ജനതയായിട്ടുള്ള അൻസാറുകളോട് താങ്കൾ പോയി പറയണം, നിങ്ങളിൽ ഒരു കണികയെങ്കിലും ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഒരിക്കലും ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കരുത്. അങ്ങനെ വിട്ടുകൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞതായിട്ട് അവരെ നിങ്ങൾ അറിയിക്കണം. ആ സമയത്തും അദ്ദേഹം പറയാൻ അങ്ങനെ ആ ഒരു സംഭാഷണം അത് പറഞ്ഞു തീരുമ്പോഴേക്കും സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്രയാവാൻ. ഈ രൂപത്തിൽ ഒരു സ്വഹാബിയെ പ്രത്യേകമായിട്ട് അന്വേഷിച്ചു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സമയത്താണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ, അതേപോലെ തന്നെ മുസ്അബ് റളിയല്ലാഹു അൻഹു, ഹൻദല റളിയല്ലാഹു അൻഹുവിനെ എല്ലാം റസൂലുള്ളാഹി യുദ്ധക്കളത്തിൽ സന്ദർശിക്കുന്നുണ്ട്. അതെല്ലാം നേരത്തെ നമ്മൾ കവർ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി യുദ്ധക്കളത്തിൽ ഷഹീദായിട്ടുള്ള അല്ലെങ്കിൽ പരിക്കു പറ്റിയ ആളുകളെല്ലാം റസൂലുള്ളാഹി പരിശോധിച്ച് അവരെല്ലാം സന്ദർശിച്ചു. ഇനി ശുഹദാക്കളായിട്ടുള്ള ആളുകളെ ഖബറടക്കാനുള്ള നടപടികളിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായിട്ട് മൊത്തം മുസ്ലിങ്ങളിൽപ്പെട്ട എത്ര ആളുകളാണ് ആ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിൽ ഷഹീദായത്, എത്ര മുസ്ലിങ്ങളെയാണ് ശത്രുക്കൾ വധിച്ചത്? ഭൂരിപക്ഷം സീറാ ഗ്രന്ഥങ്ങൾ അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പരോക്ഷമായിട്ട് നൽകുന്ന സൂചനകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് 70 മുസ്ലിങ്ങളാണ് ഉഹുദിൽ വധിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ അതിലേക്ക് നൽകുന്ന സൂചന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സൂറത്ത് ആൽ ഇംറാൻ്റെ 165-ാമത്തെ വചനത്തിൽ അവലമ്മ അസ്വാബത്കും മുസീബത്തും ഖദ് അസ്വബത്തും മിസ്ലൈഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു വിപത്ത് ബാധിച്ചു, നിങ്ങളതിൻ്റെ ഇരട്ടി അങ്ങോട്ടും ബാധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, അത് ബദറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കാരണം ബദറിൽ
മുസ്ലിങ്ങൾ 70 ശത്രുക്കളെ വധിച്ചിരുന്നു. അതോടൊപ്പം 70 യുദ്ധത്തടവുകാരെയും പിടികൂടിയിരുന്നു. അതായത് മൊത്തം 140, അതിൻ്റെ നേർപകുതി 70. ആ രൂപത്തിൽ 70 മുസ്ലിങ്ങളാണ് വധിച്ചത്. അതിൽ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം അൻസാറുകളിൽപ്പെട്ട സ്വഹാബികളായിരുന്നു. 70-ൽ 65 അൻസാറുകളായിട്ടുള്ള സ്വഹാബികളായിരുന്നു, 4 മുഹാജിറുകളും ഒരു ജൂതനടക്കം മൊത്തം 70 ആളുകൾ. അതേസമയം മറുപക്ഷത്ത് സീറത്ത് ഇബ്നു ഇസ്ഹാഖിൻ്റെ റിപ്പോർട്ട് പ്രകാരം 22 ശത്രുക്കളെയാണ് മുസ്ലിങ്ങൾ ഉഹുദിൻ്റെ ആ യുദ്ധക്കളത്തിൽ വധിച്ചത്. ആ ഒരു നമ്പറിൽ ചില സീറ പണ്ഡിതന്മാർ സംശയം പ്രകടിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. 22 അതിലപ്പുറം വരും എന്നുള്ള സംശയം ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ആലം. 22 ശത്രുക്കളെ വധിച്ചു. അതോടൊപ്പം തന്നെ ശത്രുക്കളിൽപ്പെട്ട ഒരു വ്യക്തിയെ മുസ്ലിങ്ങൾ യുദ്ധത്തടവുകാരനായിട്ട് പിടികൂടുന്നുണ്ട്. അബൂ ഉസ്സ അൽ ജുമഹി എന്നുള്ളൊരു വ്യക്തിയെ മുസ്ലിങ്ങൾ യുദ്ധത്തടവുകാരനായിട്ട് പിടികൂടുന്നുണ്ട്. അത് ഈ ഒരു സമയത്തല്ല, ഒരല്പം കഴിഞ്ഞ് ഉഹുദിൻ്റെ ഒരു 2ാം ഭാഗം വരാനിരിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് മുസ്ലിങ്ങൾ അയാളെ പിടികൂടുന്നത്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. ഈ രൂപത്തിലാണ് യുദ്ധാനന്തരം മൊത്തം കണക്കുകൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 70ഓളം വരുന്ന ആ ശുഹദാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ശുഹദാക്കളെ അവിടെ മുൻനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അന ഷഹീദുൻ അലാ അഹുല യൗമൽ ഖിയാമ. റസൂലുള്ളാഹി പറഞ്ഞ അന്ത്യനാളിൽ ഞാൻ ഇവരുടെ സാക്ഷിയായിരിക്കും. റസൂലുള്ളാഹി അവരുടെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നത്, നാളെ ഈ ഷഹീദായി കിടക്കുന്ന ആളുകൾ നാളെ ഇതേ രൂപത്തിൽ, ആ രക്തം ഒലിക്കുന്ന രൂപത്തിൽ മരണാനന്തര ജീവിതത്തിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവരുടെ രക്തത്തിന് അതേ നിറായിരിക്കും, പക്ഷേ ആ രക്തത്തിന് കസ്തൂരിയുടെ ഗന്ധമായിരിക്കും. റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതേ രൂപത്തിൽ ശുഹദാക്കളുടെ ആ ശ്രേഷ്ഠത വിവരിക്കുന്ന നിരവധി കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് റസൂലുള്ളാഹി അനുയായികളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് ശുഹദാക്കളെ ഖബറടക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് അരങ്ങേറുന്ന മറ്റൊരു സംഭവം സീറ ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം കാണാൻ സാധിക്കും. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹിബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ആ മയ്യത്ത്, അദ്ദേഹം ഷഹീദായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടാകും, ഉഹുദിൻ്റെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ജാബിർ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് പങ്കെടുത്തിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്, അതായത് അബ്ദുല്ലാഹിബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിന് 7 പെൺമക്കളായിരുന്നു. ആകെ ആൺസന്താനമായിട്ടുണ്ടായിരുന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മകനെ ആ 7 പെൺകുട്ടികളുടെ ഉത്തരവാദിത്തമെല്ലാം ഏൽപ്പിച്ച് ആ പിതാവ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഉപ്പ ആ യുദ്ധത്തിൽ ഷഹീദായി എന്നുള്ള വിവരം അറിഞ്ഞ് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആ യുദ്ധക്കളത്തിലേക്ക് ഓടി വരികയാണ്. പിന്നീടുള്ള സംഭവം സ്വഹീൽ ബുഖാരി തന്നെ കാണാൻ സാധിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉഹുദിൽ എൻ്റെ പിതാവ് ഷഹീദായത് അറിഞ്ഞ് ഞാൻ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് നിന്നും തുണി നീക്കി ഞാൻ ആ മയ്യത്ത് കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹിൻ്റെ അനുചരന്മാർ സ്വഹാബികൾ എന്നെ വിലക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻഹാനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിലക്കിയില്ല. കാരണം വിഷമം സ്വാഭാവികമാണ്, കരയാം, അതെല്ലാം അനുവദനീയമാണ്. റസൂലുള്ളാഹി എന്നെ വിലക്കിയില്ല. അതിനുശേഷം റസൂലുള്ളാഹി എന്നെ ആ സമയത്ത് ആശ്വസിപ്പിച്ചു. എന്നോടൊപ്പം തന്നെ ആ കാഴ്ച കണ്ട് എൻ്റെ സമീപത്തുണ്ടായിരുന്ന എൻ്റെ പിതാവിൻ്റെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരും കരയാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബിക്കീൻ ഔലാ തബിക്കീൻ, നിങ്ങൾ കരഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉപ്പയെ അല്ലെങ്കിൽ അദ്ദേഹത്തെ എടുത്തു ഉയർത്തുന്നത് വരെ മലക്കുകൾ തുദില്ലുഹുബി അജ്നിഹത്തിഹ, മലക്കുകൾ അവരുടെ ചിറകുകൾ വിടർത്തി അദ്ദേഹത്തിന് തണൽ വിരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പിതാവിനെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത റസൂലുള്ളാഹി നൽകുന്നുണ്ട്. സുനൻ തുർമുദിയിൽ കടന്നു വരുന്നൊരു ഹദീസ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറക്ക് പിറകിൽ നിന്നല്ലാതെ ഒരാളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടില്ല, നിൻ്റെ പിതാവിനോടൊഴികെ. നിൻ്റെ പിതാവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയില്ലാതെ നേർക്ക് നേരെ സംസാരിച്ചു. റസൂലുള്ളാഹി പറയാണ്, സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിച്ചത്? ആ ഒരു സംസാരവും ഹദീസുകൾ, സുനൻ തുർമുദിയിൽ വരുന്ന ഹദീസ്, അതേപോലെ തന്നെ തഫ്സീറുകളെല്ലാം കാണാൻ സാധിക്കും. മനോഹരമാണ്. അതായത് അവർക്ക് പ്രിയപ്പെട്ട അവരുടെ ഒറ്റ മിത്രങ്ങളും ബന്ധുക്കളായിട്ടുള്ള പല ആളുകളും ഒന്നടങ്കം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരെ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് വിഷമത്തിലാണ്. അതേസമയം ഈ ലോകത്തോട് വിട പറഞ്ഞ ശുഹദാക്കളായിട്ടുള്ള അവരേത് രൂപത്തിലാണ് ഈ സമയത്ത് അവിടെ ഉള്ളത്? സ്വാഭാവികമായിട്ടും ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ അവർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് പിന്നീട് നമ്മൾ അവരെ കണ്ടുമുട്ടുക മരണാനന്തര ജീവിതത്തിൽ മാത്രമാണ്. പക്ഷെ അതിനു മുമ്പ് പല സമയത്തും നമ്മൾ അവരെ സംബന്ധിച്ച് ചിന്തിക്കാറുണ്ട്. അവരുടെ ഈ സമയത്ത് അവർ ഏത് രൂപത്തിലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതേ രൂപത്തിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സ്വഹാബികൾ അവരെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും.
അപ്പം ആ സമയത്ത് അവരുടെ ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുതായി അതിലേക്കുള്ളൊരു വിൻഡോ അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാം ആ ഉദ്ധരണിയിൽ പറയുന്നുണ്ട്, ഉഹുദിൻ്റെ ദിനം അവർ രക്തസാക്ഷികളായ സമയത്ത് അവരുടെ അർവാഹും ഫി ജൗഫി തൊയ്രിൻ ഖുദർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആത്മാക്കളെ ഒരു പച്ചവർണ്ണമുള്ള പക്ഷിയുടെ അകത്താക്കി ആ പക്ഷി സ്വർഗത്തിൽ പാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം അവർ ആ സ്വർഗീയ അരുവികളിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. ആ സ്വർഗത്തിലെ ഫലവർഗ്ഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ലഹാ ഖനാദീൽ മുഅല്ലഖത്തും ബിൽ അർഷ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായിട്ടുള്ള ആ സിംഹാസനം അർഷിനടിയിലുള്ള വിളക്കുമാടങ്ങളിലാണ് അവർ ആ പക്ഷികൾ ചെന്ന് കൂടുന്നത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാക്കളോട്, അർവാഹുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഹൽ തസ്തഹൂന ഷൈഅൻ, ഇനി വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അപ്പോൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, ഇതിലപ്പുറം എന്ത് സൗഭാഗ്യമാണ്, അത്രയേറെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സലാസ മറാത്ത് 3 തവണ ചോദ്യം ആവർത്തിക്കും. അവസാനം എന്തെങ്കിലും ഒരു മറുപടി നൽകണമല്ലോ എന്ന് കരുതി അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറയും, നുരീദ് അൻ തറുദ്ദ അർവാഹന ഫി അജ്സാദിന ഹത്താ നുഖ്തൽ ഫി സബീലിക മറത്തൻ ഉഖ്റ. ഓ അല്ലാഹ്, ഒരിക്കൽ കൂടെ ഭൂമിയിലേക്ക് തിരിച്ചുപോയി ഷഹീദായി തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് നൽകുക. അത്രയും വലിയ ആ സൗഭാഗ്യം ലഭിച്ചത് കാരണം അവരുടെ ആഗ്രഹം പറയാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. കാരണം മരണപ്പെട്ട ആളുകൾ ഭൂമിയിലേക്ക് മടക്കമില്ല എന്നുള്ളത് ഞാൻ മുന്നേ നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് അവർ മറ്റൊരാഗ്രഹം പറയും, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ സൗഭാഗ്യങ്ങൾ അത് ഭൂമിയിൽ ഒരാൾക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള സൗഭാഗ്യങ്ങളാണ്. അത് ഭൂമിയിലുള്ള ഞങ്ങളെ അനുയായികളൊന്ന് അറിയിക്കുമോ? അതാണ് അവരുടെ രണ്ടാമത്തെ റിക്വസ്റ്റ്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഈ വിവരം ഞാൻ അവരെ അറിയിക്കാം. അതിനുശേഷം ഈ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാൻ്റെ 169 മുതൽ 171 വരെയുള്ള ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാണ്. അതാണ് ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ആയത്തിൽ വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ നിങ്ങൾ മരിച്ചുപോയവരായിട്ട് നിങ്ങൾ ഗണിക്കരുത്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുകയും ചെയ്യാണ്. അതിനുശേഷം ആ ഭാഗത്തുള്ള ആയത്തുകൾ നിങ്ങൾ വായിക്കുക. 170 ആയത്തിൽ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതായത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മഹത്തായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ അവർ സന്തുഷ്ടരായിരിക്കും. അതേപോലെ തന്നെ അവരിലേക്ക് വന്നു ചേർന്നിട്ടില്ലാത്ത, അതായത് ഈ സമയത്തും ഭൂമിയിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കും നാളെ ഇതെല്ലാം ലഭിക്കുമല്ലോ എന്ന് കരുതി ഈ ഭൂമിയിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ സന്തുഷ്ടരാകുമെന്നെല്ലാം ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൂറത്തുൽ ബഖറയുടെ 154 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു വിത്ത് അവിടെ ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ ഒരു വിശദീകരണം, ആ വിത്ത് അത് പുഷ്പിച്ചൊരു പൂന്തോട്ടാകുന്നതാണ് ഈ ഒരു ഭാഗത്ത് വായിക്കാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദീകരണമാണ് ഈ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കൾക്ക് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഓരോന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഉഹുദ് എന്നുള്ളത് വലിയൊരു പരീക്ഷണമായിരുന്നു. ഏതൊരു പരീക്ഷണത്തിലും ക്ഷമിക്കുകയാണെങ്കിൽ അതിൽ ഹൈറുണ്ടാകും. ഉഹുദ് എന്നുള്ള ആ വലിയ പരീക്ഷണത്തിലൂടെ അവർ കടന്നുപോയ സമയത്ത് നേരത്തെ ഒരു ആയത്തിൻ്റെ വിശദീകരണമായിട്ട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ വിശ്വാസം തിളങ്ങേണ്ടത്. അപ്പോൾ ഈ രൂപത്തിൽ അവർ കടന്നുപോയ സമയത്ത് പല ആളുകളുടെയും അകത്തുള്ള നിഫാഖ് പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായിരുന്നു അതിൻ്റെ ഒരു ലക്ഷ്യം. 140 ആയത്തിൽ വലിയ അലമല്ലാഹുല്ലദീന ആമനു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെ അറിയാനും. അതോടൊപ്പം ഞാൻ ഈ ഒരു ആയത്ത് ഇവിടെ പറയാനുള്ള കാരണം, ആയത്തിൽ ഉഹുദിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വയത്തഖിദ മിൻകുമു ശുഹദാ, അതോടൊപ്പം ഭൂമിയിൽ ഏറ്റവും വലിയ പദവിയായിട്ടുള്ള രക്തസാക്ഷിത്വത്തിൻ്റെ അല്ലെങ്കിൽ ആ ഷഹീദാകാനുള്ള അവസരം ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി നൽകുകയും ചെയ്തു. അത് ശത്രുക്കൾ വഴിയാണ് ലഭിച്ചത് അന്ന് കരുതി ഇതെല്ലാം പറയുന്ന സമയത്ത് ശത്രുക്കൾക്ക് എന്തെങ്കിലും ശ്രേഷ്ഠത ഉള്ളതായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ആയത്ത് അവസാനിപ്പിക്കുന്നത് വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. അങ്ങനെ 70ഓളം നമ്മൾ ആ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാണ്. 70ഓളം ശുഹദാക്കൾ അവിടെയുണ്ട്. അവരെ ഖബറടക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ചില ആളുകളെ മദീനയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടയുന്നുണ്ട്. കാരണം ശുഹദാക്കളെ അവിടെ തന്നെ ഖബറടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. അവർ ശരീരത്തിൽ ധരിച്ച അതേ വസ്ത്രത്തിൽ തന്നെ
അവരുടെ ആ പടയങ്കിയും മറ്റുമെല്ലാം അഴിച്ച് അതേ വസ്ത്രത്തിൽ ആ രക്തത്തോടെ തന്നെ ഖബറടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് കൽപ്പന നൽകുകയാണ്. അങ്ങനെ അവർ ആ രക്തസാക്ഷികളെ മറവ് ചെയ്യാൻ വേണ്ടി ഖബറുകളെല്ലാം കുഴിച്ചു. ഇപ്പോൾ നിരവധി ആളുകളുണ്ട്, ബദർ പോലെയല്ല, 70ഓളം ശുഹദാക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ഒരു ഖബറിൽ 2-3 ആളുകളെ ഒരുമിച്ച് മറവ് ചെയ്യാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം നൽകി. സ്വഹീഹുൽ ബുഖാരിയിൽ നേരത്തെ പറഞ്ഞ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഉഹദിൻ്റെ ദിനം 2 പേരെ ഒരേ ഖബറിൽ ഞങ്ങൾ മറമാടുകയുണ്ടായി. അതായത് ഈ 2 ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിക്കും, ഇവരിൽ ആരാണ് ഏറ്റവും ഖുർആൻ മനപ്പാടാക്കിയ ആൾ? അതാരാണെന്ന് പറയുന്ന സമയത്ത് അയാളുടെ മയ്യത്ത് ആദ്യം വെക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് നിർദ്ദേശിച്ചു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക്. അതായത് റസൂലുള്ളാഹി ഖുർആനെ സംബന്ധിച്ച് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അത് ജീവിച്ചിരിക്കുന്ന സമയത്തും ആ മരണപ്പെടുന്ന സമയത്തും ആ ഒരു ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിച്ചു തരാൻ. പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം, ആ ഖുർആനോട് ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയ ആൾ അവരെയാണ് ആദ്യം റസൂലുള്ളാഹി ഖബറിലേക്ക് വെക്കാൻ വേണ്ടി കൽപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ഓരോ മയ്യത്തുകൾ ആ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും റസൂലുള്ളാഹി പറയുന്നുണ്ടായിരുന്നു, അന ഷഹീദുൻ അലാ ഹഉലാഇ യൗമൽ ഖിയാമ, ഞാൻ നാളെ ഖിയാമത്ത് നാളിൽ ഇവർക്ക് സാക്ഷിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി അവിടെ പറഞ്ഞു. അതിനുശേഷം ആ ഹദീസിൻ്റെ അവസാനം ജാബിർ റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, വലം യുഖസ്സലു വലം യുസല്ല അലൈഹിം, ഞങ്ങൾ അവരെ കുളിപ്പിച്ചിട്ടില്ല, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തിട്ടില്ല. ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസാണ്. നേരത്തെ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കിയ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെയും എല്ലാം ഒരേ ഖബറിലാണ് മറവ് ചെയ്തതെന്നെല്ലാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ആ ശുഹദാക്കളെല്ലാം ഖബറടക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യാത്രയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലേക്ക് അവർ യാത്ര തിരിക്കാൻ. അവർ തിരിച്ചു പോകുന്ന സമയത്ത് വഴിയിലും അതേപോലെ തന്നെ തിരിച്ച് മദീനയിലെത്തുന്ന സന്ദർഭത്തിലും, കാരണം നിരവധി കുടുംബങ്ങളിൽപ്പെട്ട പല ആളുകളും ആ ഉഹദിൽ രക്തസാക്ഷികളായിട്ടുണ്ട്. ആ കുടുംബങ്ങളെ റസൂലുള്ളാഹി സന്ദർശിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും, അതോടൊപ്പം തന്നെ ഉഹദിനൊരു 2ാം ഭാഗം വരാനിരിക്കുന്നുണ്ട്. ആ പ്രധാനപ്പെട്ട ഹംറ അൽ അസദിലേക്കുള്ള സൈനിക നിയോഗം അതെല്ലാം വരാനിരിക്കണം. അതെല്ലാം ഇൻഷാ അല്ലാഹ് വരാനുള്ള ഭാഗത്ത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും റസൂലുള്ളാഹിൻ്റെയും ആ അനുയായികളുടെ എല്ലാം ചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.